നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സീല ദിലീപ്. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് സംഘടിപ്പിച്ച ഹൈസ്കൂൾ തല വിദ്യാർത്ഥികൾക്കുള്ള ജില്ലാ ശാസ്ത്ര ക്വിസ് മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടി ചേർപ്പ് CNN ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ. ഊരകത്ത് കോൺക്രീറ്റ് റോഡ് നിർമ്മാണം പൂർത്തിയാകാത്തതിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. യൂത്ത് കോൺഗ്രസ് ചേർപ്പ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്തയച്ച് പ്രതിഷേധം. വാർത്തകൾ വിശദമായി. സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് സംഘടിപ്പിച്ച ഹൈസ്കൂൾ തല വിദ്യാർത്ഥികൾക്കുള്ള ജില്ലാ ശാസ്ത്ര ക്വിസ് മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടി ചേർപ്പ് CNN ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ. തൃശൂർ കളക്ടറേറ്റ് അനക്സ് ഹാളിലായിരുന്നു മത്സരം. യുവജനക്ഷേമ ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനമൊട്ടാകെ വിവിധ തലങ്ങളിലായി സംഘടിപ്പിച്ച ശാസ്ത്ര ക്വിസ് മത്സരത്തിന്റെ ഭാഗമായിട്ടായിരുന്നു ജില്ലാതല മത്സരം നടന്നത്. യുവജനങ്ങളിൽ ശാസ്ത്ര ചരിത്രബോധവും യുക്തിചിന്തയും വളർത്തുക, അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ ശാസ്ത്രാവബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ക്വിസ് മത്സരം സംഘടിപ്പിച്ചത്. നിയമസഭാ നിയോജക മണ്ഡലം അടിസ്ഥാനത്തിൽ ഒന്നാം സ്ഥാനം നേടിയ 13 ടീമുകളാണ് ജില്ലാതല ക്വിസ് മത്സരത്തിൽ പങ്കെടുത്തത്. ശക്തമായ മത്സരത്തിനൊടുവിൽ ചേർപ്പ് CNN ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി. കേരള സംസ്ഥാന യുവജനക്ഷേമ വകുപ്പ് ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി നടത്തിയ ശാസ്ത്ര ക്വിസിൽ CNN ഗേൾസ് ഹൈസ്കൂളിലെ ടീം നിയോജകമണ്ഡലത്തിൽ ഒന്നാം സ്ഥാനം നേടുകയും തുടർന്ന് നടന്ന റവന്യൂ ജില്ലാ മത്സരത്തിൽ 13 നിയോജകമണ്ഡലങ്ങളിലെ ടീമായിരുന്നു പങ്കെടുത്തത്. അതിൽ ഒന്നാം സ്ഥാനം നേടിയെന്നുള്ളതാണ്. സംസ്ഥാന തലത്തിലേക്ക് സെലക്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. വളരെ സന്തോഷമുണ്ട്. ആദിലക്ഷ്മിക്കും ആദ്യ സതീഷിനും തുടർന്നും വിജയാശംസകൾ നേടുന്നു. നമസ്കാരം. CNN ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന് വേണ്ടി ആദ്യ സതീഷ്, KS ആദിലക്ഷ്മി എന്നീ വിദ്യാർത്ഥിനികളാണ് ജില്ലാതല മത്സരത്തിൽ ഒന്നാം സ്ഥാനത്തിന് അർഹരായത്. കേരള സംസ്ഥാന ക്ഷേമ ബോർഡ് നടത്തിയ 13 നിയോജക മണ്ഡലത്തിലായി സയൻസ് ക്വിസ് നടത്തിയിരുന്നു. അതിൽ വിജയികൾ ഒന്നാം സ്ഥാനം ലഭിച്ച വിദ്യാർത്ഥിനികളെ ഇന്നലെ കളക്ടറേറ്റിൽ അനക്സ് ഹാളിൽ വെച്ചിട്ട് സയൻസ് ക്വിസ് മത്സരം ഉണ്ടായിരുന്നു. അതിൽ ഞങ്ങൾക്ക് CNN GHS ഹൈസ്കൂളിനെ റെപ്രസെൻ്റ് ചെയ്ത് ഞങ്ങൾക്ക് ഒന്നാം സമ്മാനം ലഭിക്കുകയുണ്ടായി. ഇതിനുവേണ്ടി ഞങ്ങൾ കഠിനമായി പ്രയത്നിച്ചു. തൃശ്ശൂരിനെ റെപ്രസെൻ്റ് ചെയ്ത് സ്റ്റേറ്റിൽ പോകാനായിട്ട് അവസരം കിട്ടിയിട്ടുണ്ട്. അവിടെയും ഞങ്ങൾ മികച്ച പ്രകടനം കാഴ്ചവെക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കും. ഞങ്ങൾക്ക് അവസരം തന്ന HMനും അതുപോലെ ടീച്ചർമാർക്കും നന്ദി പറയും. ഊരകത്ത് കോൺക്രീറ്റ് റോഡ് നിർമ്മാണം പൂർത്തിയാകാത്തതിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. തൃശൂർ കൊടുങ്ങല്ലൂർ റോഡിലെ പ്രധാന ഭാഗമായ ഊരകം സെന്ററിൽ കോൺക്രീറ്റ് റോഡ് നിർമ്മാണം പാതി വഴിയിൽ നിന്നത് അപകടങ്ങൾക്ക് കാരണമായതാണ് പ്രതിഷേധത്തിന് ഇടയാക്കിയത്. തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിൽ ഏറെ വാഹനത്തിരക്കുള്ള ഭാഗങ്ങളിലൊന്നാണ് ഊരകം സെന്റർ. തൃശൂർ കൊടുങ്ങല്ലൂർ പുതുക്കാട് എന്നിവിടങ്ങളിലേക്ക് വഴിതിരിയുന്ന പ്രധാന ഭാഗമാണ് ഊരകം സെന്റർ. ഊരകം മുതൽ തൃശൂർ വരെയുള്ള കോൺക്രീറ്റ് റോഡ് നിർമ്മാണം നേരത്തെ പൂർത്തിയായിരുന്നു. ഊരകം സെന്ററിൽ നിന്ന് കമ്പനിപ്പടി വരെയുള്ള ഭാഗങ്ങളിലും കോൺക്രീറ്റ് റോഡ് നിർമ്മാണം നടന്നിരുന്നു. എന്നാൽ ഊരകം സെന്ററിൽ ഇതുവരെയും കോൺക്രീറ്റ് റോഡ് നിർമ്മാണം പൂർത്തിയാക്കാനായിട്ടില്ല. ഇവിടെ 100 മീറ്ററോളം വരുന്ന ഭാഗത്ത് റോഡിന്റെ ഒരു വശം മാത്രമാണ് കോൺക്രീറ്റ് നടത്തിയിരിക്കുന്നത്. മറുഭാഗം കുണ്ടും കുഴികളുമായി രൂപപ്പെട്ട അവസ്ഥയാണ്. അമിത വേഗതയിലെത്തുന്ന ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകളുടെ സഞ്ചാരം ഇവിടെ അപകടങ്ങൾക്ക് വഴിവെക്കുന്നതായി ഓട്ടോ ഡ്രൈവർമാർ ആരോപിക്കുന്നു. കഴിഞ്ഞ ഫെബ്രുവരി മാസം തൊട്ട് പൂയത്തിന് മുന്നായിട്ട് ഒരു 100 മീറ്റർ ഭാഗം മാത്രം പണി കഴിയാണ്ട് കിടക്കണം. ഒരു സൈഡ് നമ്മുടെ കോൺക്രീറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഒരു സൈഡിൽ എന്നും കുണ്ടും കുഴിയായിട്ട് എന്നും വണ്ടികൾ വരുന്ന ലേഡീസ്, പ്രത്യേകിച്ച് കുട്ടികൾ കൊണ്ടുവരുന്ന ലേഡീസ് ഇടിഞ്ഞു പണിക്ക് വീഴുക. അതൊരു അവസ്ഥയാണ്. അപകടങ്ങളുണ്ടായി. ഞങ്ങൾ രാത്രി പകൽ ഞങ്ങളിവിടെ കിടക്കുന്ന ആൾക്കാർ ഞങ്ങൾക്ക് ഇവരെടുത്ത് ആശുപത്രി കൊണ്ടുപോകേണ്ട അവസ്ഥയാണ്. ഞങ്ങൾ പലവട്ടം അവരോട് വിളിച്ചു പറഞ്ഞു. ഈ ഉദ്യോഗസ്ഥന്മാരെ ഞങ്ങളെ ഫോണിൽ വിളിച്ച് ബന്ധപ്പെട്ടപ്പോൾ, ഇന്ന് വരെ ഞാൻ അവരെ വിളിച്ച് ബന്ധപ്പെട്ടപ്പോൾ ആൾ പറഞ്ഞത്, സാറേ ഞങ്ങളിവിടെ ഇല്ല, ഞാനിവിടുന്ന് ഈ കമ്പനിയിൽ തന്നെ രാജിവെച്ചു എന്ന് പറയുന്ന ആൾ. പിന്നെ വേറെ ആൾ വിളിച്ച് പറഞ്ഞാൽ തിരക്കിലാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞ് വിളിക്കും, മീറ്റിങ്ങിലാണ് 2 മണിക്കൂർ കഴിഞ്ഞ് വിളിക്കാൻ പറഞ്ഞു. അതുപോലെ
ഇപ്പോൾ ഇവർ 2 ആഴ്ച മുന്നേ വിളിച്ചാൽ പറഞ്ഞ് ഇന്ന് തന്നെ വന്ന് ചെയ്യാം, അല്ലെങ്കിൽ നാളെ എന്തായാലും വന്ന് ചെയ്യാമെന്ന് അവർ പറയും. എന്തെങ്കിലും ശാശ്വതമായിട്ടൊരു പരിഹാരം ഞങ്ങൾക്കിത് ചെയ്തിരുന്നില്ലെങ്കിൽ ഭയങ്കര ഒരു അപകടം ഉണ്ടായി, അല്ലെങ്കിൽ ഒരു ജീവന് നഷ്ടം വന്നിട്ട് നമ്മളിതിനെ പറ്റി അല്ലെങ്കിൽ അധികൃതരോ ഇതിലിടപെട്ടൊരു കാര്യം ഉണ്ടാവില്ലാന്ന് എനിക്ക് പറയാനുള്ളത്. ഈ ബസ്സുകാർ ഇതുപോലെ ഈ കുണ്ടും കുഴിയായ കാരണം ഈ വണ്ടികളൊക്കെ വളരെ സ്ലോ ആയിട്ടാണ് പോകുക, സൈഡ് അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ബസ്സുകാർ അവിടെ നിന്ന് വരുമ്പോൾ നേരെ തന്നെ ഈ സൈഡ്, അതായത് ഈ കോൺക്രീറ്റ് ചെയ്തിട്ടുള്ള റോഡ്, നല്ല റോഡ് നോക്കിയിട്ട് ഒറ്റ അതിൽ വരിക. അത് ഭയങ്കരമായിട്ടുള്ള അപകടങ്ങൾ ഉണ്ടാക്കണം. വൺ സൈഡ് റോങ് സൈഡ് കയറി വരികയാണ്. അത് മറ്റു വണ്ടികൾക്കും തിരിഞ്ഞ് പോകുന്നവർക്കും ഓപ്പോസിറ്റ് വരുന്നവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് കാര്യങ്ങളായിട്ടുണ്ട്. അത് ബസ്സുമാരും മാത്രമല്ല, വലിയ വണ്ടികൾ വരുന്നവരും എല്ലാം ഈ റോങ് സൈഡ് കയറി പോകുന്ന ഒരു അപകടമാണ്. കാരണം അപ്പുറത്തെ വഴിയോടെ പോകുമ്പോൾ ഈ കുണ്ടും കുഴിയും കാരണം അതിൽ വീഴ്ചയും അപകടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി അവർ ഇതിൽ കയറി പോകുന്നതാണ്. ഊരകം സെന്ററിൽ കോൺക്രീറ്റ് നടക്കാത്ത ഭാഗത്തുനിന്ന് പൊടുന്നനെ കോൺക്രീറ്റ് ചെയ്ത ഭാഗം വഴി ഇത്തരം ബസ്സുകൾ മറികടക്കുന്നത് പതിവാണ്. ഇത് പ്രദേശത്തെ ഓട്ടോ ഡ്രൈവർമാർക്ക് പുറമെ വ്യാപാരികൾക്കും ഭീഷണിയാവുകയാണ്. കഴിഞ്ഞ ദിവസം സ്കൂട്ടർ യാത്രക്കാരി ഈ ഭാഗത്ത് അപകടത്തിൽപ്പെട്ടിരുന്നു. കൂടാതെ വഴിയാത്രക്കാരും ഇവിടെ അപകട ഭീഷണി നേരിടുകയാണ്. ഏറെ ഗതാഗത തിരക്കുള്ള ഊരകം സെന്ററിൽ അടിയന്തരമായി കോൺക്രീറ്റ് റോഡ് നിർമ്മാണം പൂർത്തിയാക്കി അപകടങ്ങൾക്ക് തടയിടണമെന്ന ആവശ്യമാണ് ഓട്ടോ ഡ്രൈവർമാർ ഉന്നയിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് ചേർപ്പ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്തയച്ച് പ്രതിഷേധം. രാഹുൽ ഗാന്ധി ഉയർത്തിയ വോട്ടുകൊള്ളയ്ക്ക് ചൂട്ടുപിടിക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മറുപടി ആവശ്യപ്പെട്ടാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കത്തയച്ചത്. കോൺഗ്രസ് ചേർപ്പ് ബ്ലോക്ക് പ്രസിഡന്റ് സിജോ ജോർജ് തപാൽപ്പെട്ടിയിൽ കത്തുകൾ നിക്ഷേപിച്ച പ്രതിഷേധ കത്തയക്കൽ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുജിത്ത് തേറമ്പത്ത് അധ്യക്ഷനായി. കോൺഗ്രസ് ചേർപ്പ് മണ്ഡലം പ്രസിഡന്റ് കെ രാമചന്ദ്രൻ മുഖ്യാതിഥിയായിരുന്നു. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി സന്ദീപ്, ബാലു കനാൽ, ഉണ്ണികൃഷ്ണൻ, PS ഫൈസൽ, PG സുജിത്ത്, അഭിഷേക് ആറ്റുപുറത്ത്, ജമാൽ ഇട്ടുമുന എന്നിവർ സംസാരിച്ചു. നരേന്ദ്രമോദിക്ക് കൂട്ടുനിൽക്കുന്ന ഇലക്ഷൻ കമ്മീഷനും പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ആഭ്യന്തരമന്ത്രി അമിത് ഷായുടെ കീഴിലുള്ള സഹകരണ മന്ത്രാലയത്തിൽ സെക്രട്ടറി ആയിരുന്ന ഗണേഷ് കുമാറാണ്. ഗണേഷ് കുമാർ തനിക്ക് പാദസേവ ചെയ്യുകയാണ് ഇലക്ഷൻ കമ്മീഷനായിട്ടിരിക്കുന്നുണ്ട്. അതിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് ബഹുമാന്യനായ ഇന്ത്യയുടെ ഭാവി പ്രധാനമന്ത്രി ഇന്നത്തെ നമ്മുടെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി ഇലക്ഷൻ കമ്മീഷനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുകയുണ്ടായി. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ഇന്ത്യൻ ഭരണഘടനയെ ജനാധിപത്യ പ്രക്രിയയെ കശാപ്പ് ചെയ്യുന്ന തരത്തിലുള്ള നടപടികളെ പ്രതിഷേധിച്ചുകൊണ്ട് ഇന്ന് ഇന്ത്യയിലെ മുഴുവൻ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇന്ന് ഇലക്ഷൻ കമ്മീഷന് കത്തയക്കുകയാണ്. BJP ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസ് മാർച്ചിൽ സംഘർഷം ഒഴിവാക്കാൻ പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. സുരേഷ് ഗോപി MPയുടെ ക്യാമ്പ് ഓഫീസ് ബോർഡിൽ കരിയോയിലൊഴിച്ചതിനെതിരെ പ്രതിഷേധിച്ച BJP സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബിനെ പോലീസ് മർദ്ദിച്ച സംഭവത്തിലായിരുന്നു ജില്ലാ കമ്മിറ്റി പ്രതിഷേധ മാർച്ചും ധർണയും നടത്തിയത്. പാർട്ടി ഓഫീസിന് സമീപത്തുനിന്ന് ആരംഭിച്ച പ്രതിഷേധ മാർച്ച് കമ്മീഷൻ ഓഫീസിന് മുന്നിൽ വൻ സന്നാഹത്തോടെ പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞു. തുടർന്ന് നടന്ന പ്രതിഷേധ ധർണ BJP മുൻ സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ തൃശൂരിൽ തോൽപ്പിച്ചതിന് CPM-ഉം LDF-ഉം പാർട്ടിയുടെ നെഞ്ചത്ത് കയറാൻ വന്നാൽ ശക്തമായി പ്രതിരോധിക്കുമെന്ന K സുരേന്ദ്രൻ മുന്നറിയിപ്പ് നൽകി. 3.25 ലക്ഷം വോട്ടിന് ജനങ്ങൾ തെരഞ്ഞെടുത്ത കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി MPയുടെ ക്യാമ്പ് ഓഫീസിലേക്ക് സമരം നടത്തി ബോർഡിൽ കരിയോയിലും ചെരുപ്പുമാലയും ഇട്ടത് ജനാധിപത്യത്തെ അധിക്ഷേപിക്കുന്നതാണെന്നും ഇത് തൃശൂരിലെ പ്രബുദ്ധരായ വോട്ടർമാരെ അപമാനിക്കുന്നതാണെന്നും സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. BJP തൃശൂർ ജില്ലാ പ്രഭാരിയും സംസ്ഥാന സെക്രട്ടറിയുമായ MV ഗോപകുമാർ അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റുമാരായ അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ, അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ, മേഖലാ പ്രസിഡന്റ് A നാഗേഷ്, ജില്ലാ പ്രസിഡന്റുമാരായ AR ശ്രീകുമാർ, അഡ്വക്കേറ്റ് നിവേദിത, ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KR ഹരി, AR അജിഘോഷ് എന്നിവർ സംസാരിച്ചു. ധർണയ്ക്ക് പിന്നാലെ പ്രവർത്തകർ പോലീസ് നിരത്തിയ ബാരിക്കേഡുകൾ മറികടക്കാൻ ശ്രമിച്ചതോടെ സംഘർഷാവസ്ഥയ്ക്ക്
തുടക്കമായി. സംഘർഷം ശക്തമായതോടെ പ്രവർത്തകർക്കു നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയായിരുന്നു. 3 തവണയാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത്. നേതാക്കൾ ഉൾപ്പെടെ പ്രവർത്തകരിൽ പലരും ജലപീരങ്കി പ്രയോഗത്തിൽ തെന്നി വീണു. ഓർഡർ ചെയ്ത ഷവർമ ലഭിക്കാൻ വൈകിയതിന്റെ പേരിൽ എടമുട്ടത്ത് ഹോട്ടൽ ജീവനക്കാരെ ആക്രമിച്ച 3 അംഗ സംഘം അറസ്റ്റിൽ. കഞ്ചാവ് കേസിലെ പ്രതിയടക്കമുള്ള 3 അംഗ സംഘത്തെയാണ് റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇടമുട്ടത്ത് പ്രവർത്തിക്കുന്ന മല്ലൂസ് മക്കാനി ഹോട്ടലിൽ കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രി 10:30യോടെയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. ഹോട്ടലിലെത്തിയ 3 അംഗ സംഘം ഷവർമ ഓർഡർ ചെയ്തിരുന്നു. എന്നാൽ ഓർഡർ ചെയ്ത ഷവർമ കിട്ടാൻ വൈകിയതിന്റെ പേരിൽ 3 അംഗ സംഘം ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു. അസഭ്യം പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയ മൂവർ സംഘം ഹോട്ടലുടമ വലപ്പാട് കരയാമുട്ടം സ്വദേശി പൊക്കാക്കില്ലത്ത് വീട്ടിൽ മോസിനെയും ജീവനക്കാരെയും ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയായിരുന്നു. പിന്നീട് പരാതിയുടെ അടിസ്ഥാനത്തിൽ 3 പ്രതികളെയും റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തു. എടത്തിരുത്തി സ്വദേശി ചിന്നവീട്ടിൽ നൌഫൽ, എടമുട്ടം ചൂലൂർ സ്വദേശി വലിയകത്ത് വീട്ടിൽ ആഷിഖ്, ചന്ദ്രാപിന്നി സ്വദേശി പള്ളിപ്പറമ്പിൽ വീട്ടിൽ ഷാഹിൽ എന്നിവരാണ് അറസ്റ്റിലായത്. അറസ്റ്റിലായ പ്രതികളിൽ നൌഫൽ ഈ വർഷം ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 10 കിലോ കഞ്ചാവ് പിടികൂടിയ കേസിലെ പ്രതിയാണ്. ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ വലപ്പാട് സ്റ്റേഷൻ ഇൻസ്പെക്ടർ അനിൽകുമാർ, എസ്ഐമാരായ എബിൻ, ആന്റണി, ജിംബിൾ, സിപിഒമാരായ ശ്യാം, സുബൈർ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. അറസ്റ്റിലായ പ്രതികളെ കോടതി റിമാൻഡ് ചെയ്തു. മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ AITUC സംസ്ഥാന ജനറൽ കൗൺസിൽ ശ്രീനാരായണപുരത്ത് നടന്നു. AITUC സംസ്ഥാന ജനറൽ സെക്രട്ടറി KP രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ AITUC സംസ്ഥാന പ്രസിഡന്റ് TJ ആഞ്ചലോസ് അധ്യക്ഷനായി. ET ടൈസൺ MLA, KG ശിവാനന്ദൻ, TK സുധീഷ്, TP രഘുനാഥ്, KS ജയ, T രഘുവരൻ, KC സതീശൻ തുടങ്ങിയവർ സംസാരിച്ചു. അത് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും കൂടി സഹായകരമായി. തീരപ്രദേശത്തെ ജനങ്ങളെന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ട് കഴിയുന്ന ആൾക്കാരാണ്. കടലിൽ മത്സ്യബന്ധനത്തിന് പോകുന്നവർ എന്ന് പറയുമ്പോൾ അതൊരു വലിയ എപ്പോഴും ഒരു അപകടത്തിൻ്റെയും മറ്റ് പലതരത്തിലുള്ള പ്രതിബന്ധങ്ങളൊക്കെ ഉള്ളൊരു തൊഴിൽ മേഖല കൂടിയാണ്. കാലാവസ്ഥയുടെ കാര്യങ്ങൾ, കാറ്റും മഴയും തീരപ്രദേശത്ത് എപ്പോഴും ഒരു പ്രയാസം അനുഭവപ്പെടുന്നതാണ്. ഇപ്പോൾ അത് കുറച്ച് കൂടുതലാണ്. മറ്റ് മുൻകാലങ്ങളൊക്കെ അപേക്ഷിച്ച് ചില പ്രത്യേക സമയത്താണ് ഈ കടപ്പുറത്തൊക്കെ അങ്ങനെയുള്ളൊരു സ്ഥിതി ഉണ്ടാകാറുള്ളൂ. ഇപ്പോൾ മിക്കവാറും എല്ലാ കാലത്തും തീരദേശ മേഖലയിൽ എപ്പോഴും ഒരു കാലാവസ്ഥയിൽ വന്ന മാറ്റം, പിന്നെ കടലിൽ നമ്മളിപ്പോൾ ചർച്ച ചെയ്യുമെന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എപ്പോഴും ഒരു ടെൻഷനാണ്. മതിലകത്ത് നിന്ന് മുള്ളൻ പന്നിയെ പിടികൂടി. ഇന്ന് രാവിലെയാണ് മതിലകം പള്ളിക്ക് സമീപത്തെ കടകൾക്ക് മുന്നിൽ പരിക്കേറ്റ നിലയിൽ മുള്ളൻ പന്നിയെ കണ്ടത്. നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് ഫോറസ്റ്റ് അധികൃതർ എത്തി മുള്ളൻ പന്നിയെ കൊണ്ടുപോയി. ചന്ദ്രാപിന്നിയിൽ തെരുവുനായ റോഡിന് കുറുകെ ചാടിയതിനെ തുടർന്ന് സ്കൂട്ടറിൽ നിന്ന് വീണ് വയോധികനെ പരിക്കേറ്റു. ചന്ദ്രാപിന്നി സ്വദേശി പള്ളിപ്പറമ്പിൽ വീട്ടിൽ ഇബ്രാഹിം കുട്ടിക്കാണ് പരിക്കേറ്റത്. ബുധനാഴ്ച രാവിലെ സുബഹി നമസ്കാരത്തിനായി പള്ളിയിലേക്ക് പോകുന്നതിനിടയിലാണ് അപകടം. ചന്ദ്രാപിന്നി സിവി സെന്ററിൽ ഓൾഡ് പോസ്റ്റ് ഓഫീസ് റോഡിൽ വെച്ചാണ് ഇദ്ദേഹം സഞ്ചരിച്ച സ്കൂട്ടർ അപകടത്തിൽപ്പെട്ടത്. തെരുവുനായ കുറുകെ ചാടിയതോടെ നിയന്ത്രണം വിട്ട സ്കൂട്ടറിൽ നിന്ന് ഇദ്ദേഹം റോഡിലേക്ക് തെറിച്ചു വീഴുകയായിരുന്നു. അപകടത്തിൽ ഇബ്രാഹിം കുട്ടിയുടെ കൈക്കും കാലിനും നെറ്റിയിലും പരിക്കേറ്റു. ഇബ്രാഹിം കുട്ടിയെ ചന്ദ്രാപിന്നി അൽ ഇക്ബാൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചാത്തക്കുളം ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം ആഗസ്റ്റ് 16 ശനിയാഴ്ച നടക്കും. കർക്കിടക മാസത്തിന്റെ ഭാഗമായുള്ള അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം ശനിയാഴ്ച രാവിലെ ആരംഭിക്കും. ക്ഷേത്രം തന്ത്രി തെക്കേടത്ത് പെരുമ്പടപ്പ് ദാമോദരൻ നമ്പൂതിരി ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഇതോടനുബന്ധിച്ച് വൈകിട്ട് ഭഗവത് സേവയും നടക്കും. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 9290 രൂപ, പവന് 74,320 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ് ഉങ്ങിച്ചോട് ചെറുശ്ശേരി. ഫോൺ 9539080053. സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് സംഘടിപ്പിച്ച ഹൈസ്കൂൾ തല വിദ്യാർത്ഥികൾക്കുള്ള ജില്ലാ ശാസ്ത്ര ക്വിസ് മത്സരത്തിൽ 1ാം സ്ഥാനം നേടി ചേർപ്പ് CNN ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ. ഊരകത്ത് കോൺക്രീറ്റ് റോഡ് നിർമ്മാണം പൂർത്തിയാകാത്തതിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. യൂത്ത് കോൺഗ്രസ് ചേർപ്പ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്തയച്ച് പ്രതിഷേധം. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.